ഒരു കംപ്ലീറ്റ് ഫുഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഓൾ ഓഫ് ദ വേൾഡ് കൺസ്യൂം ചെയ്യുന്ന ഒരു ഫുഡാണ് എഗ്ഗ്. കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്ന കാര്യം എന്താ, നമ്മളെപ്പോഴും പറയും പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്, കൂടുതൽ പ്രോട്ടീൻ ഉള്ളതാണ്, ഒരു കംപ്ലീറ്റ് ഫുഡാണ്. ഒരു 1-2 എഗ്ഗൊക്കെ കഴിച്ചാൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും എന്നൊക്കെയാണ് ഒരു വിശ്വാസം. അപ്പോൾ ഈ എഗ്ഗിനുള്ള കുറച്ച് ക്വാളിറ്റീസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് ഹയസ്റ്റ് ബയോളജിക്കൽ വാല്യൂ. അതിന് ഹൈ ബയോളജിക്കൽ വാല്യൂ ആണ് ഉള്ളത്. എത്രയാണ്? 96 ആണ് എഗ്ഗിൻ്റെ ബയോളജിക്കൽ വാല്യൂ. എന്താണ് ബയോളജിക്കൽ വാല്യൂ? അതായത് നമ്മൾ ഒരു ഫുഡ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതിൽ നിന്നുള്ള പ്രോട്ടീൻസൊക്കെ അബ്സോർബ് ചെയ്യുമല്ലോ. ഈ അബ്സോർബ് ചെയ്യപ്പെട്ട പ്രോട്ടീൻസ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൽ അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് എത്ര റെഡ്ലി അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു ബയോളജിക്കൽ വാല്യൂ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് എഗ്ഗ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗിലുള്ള പ്രോട്ടീൻസ്, എഗ്ഗിൽ നിറച്ച് പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ ഈ എഗ്ഗിലുള്ള പ്രോട്ടീൻസ് പെട്ടെന്ന് തന്നെ റെഡ്ലി നമ്മുടെ ബോഡിയിൽ നമുക്ക് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടും മറ്റ് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബയോളജിക്കൽ വാല്യൂ പോലത്തെ കുറേ ടേംസ് നമ്മൾ ഇനി വരുന്ന നമ്മുടെ ഈ FSOയുടെ ക്രാഷ് കോഴ്സിൽ ബാക്കി വരുന്ന ടോപ്പിക്സിൽ എടുക്കുന്നുണ്ട്, ബയോകെമിക്കൽ അനാലിസിസിലൊക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. എഗ്ഗിന് ഹൈ ബയോളജിക്കൽ വാല്യൂ ഉണ്ട്. ബയോളജിക്കൽ വാല്യൂ എത്രയാണ്? 96. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് റെഫറൻസ് പ്രോട്ടീൻ. എഗ്ഗിനെ റെഫറൻസ് പ്രോട്ടീൻ ആയിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് റെഫറൻസ് പ്രോട്ടീൻ? റെഫറൻസ് പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ടു വിച്ച് ഓൾ അതർ പ്രോട്ടീൻസ് ആർ കമ്പയർഡ്. മറ്റ് പ്രോട്ടീൻസ് ഒക്കെ കമ്പയർ ചെയ്യുന്നത് എഗ് പ്രോട്ടീൻസിനെ വെച്ചിട്ടാണ്. ഇപ്പോൾ ചില ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരു കുട്ടിയെ റെഫറൻസ് ആയിട്ട് വയ്ക്കും, അവനെ പോലെ, അല്ലെങ്കിൽ അവനേക്കാൾ മോശം, അല്ലെങ്കിൽ അവനേക്കാളും കഷ്ടം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു റെഫറൻസ് പറയാൻ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് എഗ്ഗാണ്. എഗ്ഗ് ഒരു റെഫറൻസ് പ്രോട്ടീനാണ്. അടുത്ത പോയിന്റ്, എഗ്ഗ് ഇറ്റ് ഹാസ് ഹൈ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്. എന്താണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്? സോ എന്താണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷൻ ഓഫ് ഫുഡ് ഡൈജസ്റ്റഡ് കമ്പയർ ടു വാട്ട് ഈസ് അബ്സോർബ്ഡ്. നമ്മൾ എത്ര നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്നു ഫുഡ്, അത് കമ്പയർ ടു എത്ര അതിൽ ഡൈജസ്റ്റ് ആവുന്നു. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ എല്ലാ ന്യൂട്രിയൻസും അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ഉള്ളിലേക്ക് അബ്സോർബ് ആവുന്നില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതും അതിൽ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നതും എത്രയാണ് എന്നുള്ള ഒരു ഇതാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്. അപ്പോൾ എഗ്ഗിന് ഹൈ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് ആണുള്ളത്. അതേപോലെ തന്നെ എഗ്ഗിൽ ഒരു എമൽസിഫയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ ഫാറ്റ്സ് ഒക്കെ എമൽസിഫൈഡ് ഫോമിലായതുകൊണ്ട് തന്നെ ഇത് ഈസിലി ഡൈജസ്റ്റബിളും ഈസിലി അബ്സോർബിളും ആണ് എഗ്ഗ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പറയാം, എഗ്ഗിൽ all essential amino acids are present in egg. അമിനോ ആസിഡ്സ് എന്താണ്? മോണോമേഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻസ് നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ അമിനോ ആസിഡ്സിൻ്റെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും 9 എണ്ണം ഉണ്ട്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ നമുക്ക് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഡയറ്റിലൂടെ തന്നെ കൺസ്യൂം ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും എവിടെയുണ്ട്? എഗ്ഗിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ഹോൾ ഫുഡ് എന്ന് നമ്മൾ എഗ്ഗിനെ പറയുന്നത്. നോൺ എസെൻഷ്യൽ ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് തന്നെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു ആവറേജ് എഗ്ഗിൻ്റെ ഒരു ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 40 ഡേയ്സ് സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു നൽകുന്നു. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് ഇഫക്റ്റീവ് ഷോർട്ട് സ്റ്റഡി നോട്ട്സും.
ജോയിൻ ചെയ്യുന്നവർക്ക് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നു. ടു ജോയിൻ പ്ലീസ് കോൾ ഓർ വാട്സ്ആപ്പ് ഇൻ ദിസ് നമ്പർ 9895 48 3999.